So we have to study about next topic, that is called characterizing schedules based on recoverability. So we know what is a schedule. Schedule എന്ന് പറഞ്ഞാൽ എന്താണ്? Schedule means it is the ordering of instructions or ordering of operations done in different transactions. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ 2 ട്രാൻസാക്ഷൻ ഉണ്ട്. ഓരോ ട്രാൻസാക്ഷനകത്തും 5 ഓപ്പറേഷൻസ് വീതമുണ്ട്. അപ്പോൾ ടോട്ടൽ T1 T2 കൂടെ 10 ഓപ്പറേഷൻസ് ഉണ്ട്. T1 5 T2 എന്ന് പറഞ്ഞാൽ 5. സോ ഹൗ ഇൻ വിച്ച് ഓർഡർ ദീസ് ഓപ്പറേഷൻസ് ആർ പെർഫോം. അപ്പോൾ 2 ട്രാൻസാക്ഷനിലെ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യണം. അത് ഏത് ഓർഡറിലാണ് ചെയ്യുന്നത്, ആ ഓർഡറിനെ കാണിക്കുന്നതാണ് ഒരു ഷെഡ്യൂൾ. അപ്പോൾ ഷെഡ്യൂളിൽ ചിലപ്പോൾ ഇറ്റ് മേ ബി സീരിയൽ ഷെഡ്യൂൾ, അതായത് ഒരു ട്രാൻസാക്ഷനിൽ എല്ലാ ഓപ്പറേഷനും ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ട്രാൻസാക്ഷനിൽ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് കോൾഡ് എ സീരിയൽ ഷെഡ്യൂൾ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഷെഡ്യൂൾ ഇസ് കോൾഡ് കൺകറൻറ്റ് ഷെഡ്യൂൾ. കൺകറൻറ്റ് മീൻസ് ഇടയ്ക്കിടയ്ക്കായിട്ട് ആദ്യം ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്കൻഡ് ട്രാൻസാക്ഷൻ്റെ ആദ്യം കുറച്ച് ചെയ്യും, പിന്നെ ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ കുറച്ച് ചെയ്യും, പിന്നെ തിരിച്ച് സെക്കൻഡ് ട്രാൻസാക്ഷനിൽ ചെയ്യും. സോ ഇൻ എനി അതർ ഓർഡർ ഇഫ് ദ ട്രാൻസാക്ഷൻസ് ആർ കംപ്ലീറ്റഡ് ദെൻ വി ക്യാൻ സേ ദാറ്റ് ഷെഡ്യൂൾ ഇസ് എ കൺകറൻറ്റ് ഷെഡ്യൂൾ. അപ്പോൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ n ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഓരോ ട്രാൻസാക്ഷൻസിലെയും ഓപ്പറേഷൻസ് ഏത് ഓർഡറിലാണ് ചെയ്യുന്നത്, ദ ഓർഡർ ഈസ് സ്പെസിഫൈഡ് ബൈ എ ഷെഡ്യൂൾ. ഇറ്റ് ക്യാൻ ബി സീരിയൽ ഷെഡ്യൂൾ ഓർ ഇറ്റ് ക്യാൻ ബി കൺകറൻറ്റ് ഷെഡ്യൂൾ. Serial schedule means that the operations inside one transaction will be done first, and only after that the second transaction starts. Concurrent schedule means that the operations from different transactions will be concurrently executed. That is, one after another it will be executed. So if we have a schedule, നമ്മുടെ കയ്യിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ ആ ഷെഡ്യൂളിലുള്ള ഒരു ട്രാൻസാക്ഷൻ, അതായത് നമുക്കറിയാം ഒരു ട്രാൻസാക്ഷൻ്റെ ലാസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഐദർ ഇറ്റ് വിൽ ബി കമ്മിറ്റ് ഓർ അബോർട്ട്. കമ്മിറ്റ് മീൻസ് ദാറ്റ് ഓൾ ദ അപ്ഡേഷൻസ് ഡൺ ബൈ ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് സേവ്. കമ്മിറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസിൽ എന്തെല്ലാം ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഡേറ്റാബേസിൽ സേവ് ചെയ്ത് അത് സേവ് ചെയ്ത് വെക്കും. ആ ചേഞ്ചസ് എല്ലാം ഡേറ്റാബേസിൽ കാണാൻ പറ്റും. Abort means that if the last operation of the transaction is an abort, what is the meaning? That means transaction എന്തൊക്കെ ഓപ്പറേഷൻസ് എന്തൊക്കെ അപ്ഡേഷൻസ് ആ ഡേറ്റയിൽ വരുത്തിയിട്ടുണ്ടോ അതെല്ലാം അൺഡു ചെയ്യണം. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് അബോർട്ട്. അപ്പോൾ ഒരു ഷെഡ്യൂളും 2 ടൈപ്പിൽ ഷെഡ്യൂളുണ്ട്. The first one is recoverable schedule and the second one is called non-recoverable schedule. Recoverable schedule means that ഒരു ആ ഷെഡ്യൂളിനകത്തെ ട്രാൻസാക്ഷനെ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നാൽ റിക്കവർ ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ഈസ് കോൾഡ് എ റിക്കവറബിൾ ഷെഡ്യൂൾ. റിക്കവറബിൾ ഷെഡ്യൂൾ ഇസ് എ ഷെഡ്യൂൾ ഇൻ വിച്ച് the transaction inside that schedule can be recovered if the system fails. അല്ലാത്ത ടൈപ്പ് ഷെഡ്യൂളിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് അൺറിക്കവറബിൾ ഷെഡ്യൂൾ. റിക്കവറബിലിറ്റി എന്ന് പറയുമ്പോൾ റിക്കവറബിലിറ്റിയുടെ ഇറ്റ് ഇസ് ആക്ച്വലി ഇറ്റ് ഈസ് ടു എൻഷുവർ ദ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് ഇസ് കോൾഡ് ഡ്യൂറബിലിറ്റി. ട്രാൻസാക്ഷനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ആസിഡ് പ്രോപ്പർട്ടീസ് പഠിച്ചു. അതിൻ്റെ ലാസ്റ്റ് വൺ ഡ്യൂറബിലിറ്റിയാണ്. അതായത് ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്താൽ നമുക്ക് ആ സിസ്റ്റത്തിന് എന്ത് ഫെയിലിയർ വന്നാലും ആ ചേഞ്ചസ് നമ്മളുടെ ഡേറ്റാബേസിൽ ഉണ്ടായിരിക്കണം, ആ ഡേറ്റയിൽ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് ദ ഡ്യൂറബിലിറ്റി പ്രോപ്പർട്ടി. അതിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിക്കവറബിലിറ്റി എന്ന് പറഞ്ഞ ഒരു കണ്ടത് വരുന്നത്. റിക്കവറബിലിറ്റി മീൻസ് ഇഫ് ദ സിസ്റ്റം ഫെയിൽസ് വി ഹാവ് ടു റിക്കവർ ദ ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷനിൽ വരുത്തിയ ചേഞ്ചസ് നമുക്ക് റിക്കവർ ചെയ്യണം, സിസ്റ്റം സേഫ് സ്റ്റേറ്റിലേക്ക് പോകണം. സോ ദാറ്റ് ഈസ് ദ മെയിൻ യൂസ് ഓഫ് ദിസ് റിക്കവറബിലിറ്റി. അപ്പോൾ റിക്കവറബിൾ ഷെഡ്യൂൾ മെയിനായിട്ട് 3 കാറ്റഗറിയിൽ പെടുത്താം. ഷെഡ്യൂൾസ് ബേസ്ഡ് ഓൺ റിക്കവറബിലിറ്റി, റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഷെഡ്യൂളിനെ 3 കാറ്റഗറിയിൽ പെടുത്താം. ഫസ്റ്റ് വൺ ഈസ് റിക്കവറബിൾ ഷെഡ്യൂൾ, സെക്കൻഡ് വൺ ഈസ് കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ ആൻഡ് തേർഡ് വൺ ഈസ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് ഷെഡ്യൂൾ ബേസ്ഡ് ഓൺ റിക്കവറബിലിറ്റിയിൽ നമുക്ക് പറയാനുള്ളത്. ഇതിൽ ഓരോന്നിനെ കുറിച്ചും പറയണം. ദ ഫസ്റ്റ് വൺ വി ഹാവ് ടു സ്റ്റഡി ഈസ് അബൌട്ട് ദ റിക്കവറബിൾ ഷെഡ്യൂൾ. What is the meaning of recoverable schedule? A schedule is said to be recoverable if it can be recovered if the system fails. അപ്പോൾ നമുക്കറിയാം ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നാൽ
ആ ഷെഡ്യൂളിനകത്തെ ട്രാൻസാക്ഷൻ എല്ലാം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയാൽ, അതായത് അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റിയാൽ ദാറ്റ് ഈസ് കോൾഡ് റിക്കവറബിൾ ഷെഡ്യൂൾ. റിക്കവറബിൾ ഷെഡ്യൂൾ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പോയിന്റ്സ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. സപ്പോസ് ഹിയർ ആൻ എക്സാമ്പിൾ ഷെഡ്യൂൾ ഈസ് ഗിവൺ. ഈ ഷെഡ്യൂൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൽ എത്ര ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ we know that this notations, what is the meaning of this notation? Normally each transaction contains the operations like read, write, begin transaction, end transaction, commit and abort. ഇത്രയും ഓപ്പറേഷൻസ് ആണ് നമ്മൾ സാധാരണ കേസിൽ ട്രാൻസാക്ഷൻ്റെ അകത്ത് വരുന്നത്. ഇതിൽ ബിഗിനും എൻഡ് ട്രാൻസാക്ഷൻ നമ്മൾ ഇവിടെ കാണിച്ചിട്ടില്ല. ഓൺലി റീഡിങ്, റൈറ്റിംഗ്, അബോർട്ട് ഓർ കമ്മിറ്റ് ഈസ് ഷോൺ. അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് ദാറ്റ് ഇൻഡിക്കേറ്റ് നെയിം ഓഫ് ദ ട്രാൻസാക്ഷൻ. പിന്നെ നെയിം ഓഫ് ദ ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ ഏത് ഡേറ്റയിലാണ് പെർഫോം ചെയ്യുന്നത്? ഡേറ്റ ഈസ് സ്പെസിഫൈഡ് ഇൻ പാരാന്തസിസ്. ബ്രാക്കറ്റിൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ഡേറ്റയിൽ റീഡിങ് നടത്തുന്നു. W1 ബ്രാക്കറ്റിൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ഡേറ്റയിൽ റൈറ്റിംഗ് നടത്തുന്നു. ദാറ്റ് ഇസ് ദ മീനിങ്. ഈ 1, 2, 3 നമ്പേഴ്സ് ഈ ഓപ്പറേഷൻ്റെ കൂടെ കാണിക്കുന്നത് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ID ഓഫ് ദ ട്രാൻസാക്ഷൻ. ഇപ്പോൾ 2 ട്രാൻസാക്ഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ R1 മീൻസ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ റീഡ്, R2 മീൻസ് സെക്കൻഡ് ട്രാൻസാക്ഷൻ്റെ റീഡ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് വെനവർ ഇഫ് യു ആർ റീഡിങ് ദ ഷെഡ്യൂൾ, ഈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ ഓർഡറിലാണ് ഓരോ ഓപ്പറേഷൻസും ഓരോ ട്രാൻസാക്ഷനിലും നടന്നിട്ടുള്ളത്. സോ ദിസ് മീൻസ് ദാറ്റ് ഇവിടെ നമുക്ക് ആകെ കാണാൻ പറ്റുന്ന നമ്പേഴ്സ് 1 ഉം 2 ഉം മാത്രമേ ഉള്ളൂ. സോ ഇൻ ദിസ് ഷെഡ്യൂൾ ഓൺലി 2 ട്രാൻസാക്ഷൻസ് ആർ ദെയർ. ഫസ്റ്റ് വൺ ഈസ് T1 ആൻഡ് സെക്കൻഡ് വൺ ഈസ് T2. അപ്പോൾ T1ൻ്റെ T2ൻ്റെയും ഏത് ഓർഡറിലാണ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യം റീഡിംഗ് ഓഫ് T1 നടത്തി ഓൺ എക്സ്, ദെൻ റൈറ്റിംഗ് ഓഫ് T1 നടത്തി ഓൺ എക്സ്, ദെൻ റീഡിംഗ് ഓഫ് സെക്കൻഡ് ട്രാൻസാക്ഷൻ ഓൺ ദ ഡേറ്റ എക്സ്, റീഡിംഗ് ഓൺ ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഓൺ ദ ഡേറ്റ വൈ, അങ്ങനെ പോകും. ഇവിടെ കമ്മിറ്റ് ആണോ അബോട്ട് ആണോ എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ CO AO ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ലാസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് കാണുന്നുണ്ട്. ഓൺലി ഫോർ ദിസ് എക്സാമ്പിൾ ഐ എം എക്സ്പ്ലെയിനിങ്. C1 മീൻസ് ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് committed and after that the second transaction is committed. അപ്പോൾ ഇവിടെ കമ്മിറ്റ് ചെയ്ത ഓർഡർ, അതായത് സേവ് ചെയ്ത ഓർഡർ, ഫസ്റ്റ് C1 ട്രാൻസാക്ഷൻ 1നെ കമ്മിറ്റ് ചെയ്തു, അതിലെല്ലാ ചേഞ്ചസും സേവ് ചെയ്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് ട്രാൻസാക്ഷന് സേവ് ചെയ്തു. സോ കമ്മിറ്റ് ചെയ്ത ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിവിടെ ഈ എക്സാമ്പിളിൽ C1 ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് ഫസ്റ്റ് കമ്മിറ്റഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ സെക്കൻഡ് ട്രാൻസാക്ഷൻ കമ്മിറ്റഡ്. ഇനി നമ്മുടെ ഷെഡ്യൂൾ റിക്കവറബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് 2 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ട്രാൻസാക്ഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 2 ട്രാൻസാക്ഷൻ്റെ കാര്യം എടുക്കുമ്പോൾ ദേ മേ ബി ഡൂയിങ് ഓപ്പറേഷൻസ് ഓൺ ദ സെയിം ഡേറ്റ. ഒരു ഡേറ്റയിൽ തന്നെ 2 പേരും ചേഞ്ചസ് ഒക്കെ വരുത്താം. ഒരാളുടെ കഴിഞ്ഞിട്ട് അടുത്ത ആളായിട്ട് റീഡിങ്ങോ റൈറ്റിങ്ങോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം R1X എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ റീഡ് ചെയ്തു എക്സിനെ. കുറച്ച് കഴിഞ്ഞപ്പോൾ സെയിം ഡേറ്റ തന്നെ സെക്കൻഡ് ട്രാൻസാക്ഷനും റീഡ് ചെയ്തു. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ സെയിം ഡേറ്റയാണ്. ഓക്കെ, അപ്പോൾ വൺ കണ്ടീഷൻ യു ഹാവ് ടു ചെക്ക് in order to make a schedule, to check whether a schedule is recoverable or not, is that do read operation before writing. ആദ്യം റീഡിംഗ് നടത്തുക, പിന്നെ റൈറ്റിംഗ് നടത്തുക. നമുക്ക് നോക്കാം ഈ ഒരു ഷെഡ്യൂളിൽ whether that particular condition is satisfied. അപ്പോൾ റീഡിങ്ങും റൈറ്റിങ്ങും ഒരു ഡേറ്റയിൽ തന്നെ നടത്തുകയാണെങ്കിൽ ആദ്യം റീഡിംഗ് നടത്തുക, പിന്നെ റൈറ്റിംഗ് നടത്തുക. സോ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ ഷെഡ്യൂളിൻ്റെ സ്റ്റാർട്ടിംഗിൽ നോക്കാം. ഹിയർ യു ക്യാൻ സി R1X എന്ന് പറഞ്ഞ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എക്സിനെ റീഡ് ചെയ്തു. ഇനി ഫസ്റ്റ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് കാണിക്കേണ്ടത്? W1X. അതെവിടെയാണ് ഉള്ളത്? റീഡിങ് കഴിഞ്ഞിട്ടാണ് ഉള്ളത്. യു ക്യാൻ സി ഇത് കഴിഞ്ഞിട്ടാണ് W1X ഉള്ളത്. അപ്പോൾ അവിടെ പ്രശ്നമില്ല. ദെൻ സെക്കൻഡ് ട്രാൻസാക്ഷൻ എക്സിനെ റീഡ് ചെയ്യുന്നുണ്ട്, R2X. അങ്ങനെയാണെങ്കിൽ W2X ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടേ വരാവുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ആവണമെന്നില്ല, അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും വന്നാൽ മതി. സോ W2X ഇസ് ഹിയർ. അപ്പോൾ അതും പ്രശ്നമില്ല. റീഡിങ് ഓഫ് എക്സ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ യു ക്യാൻ സി R1Y, ദാറ്റ് ഈസ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് റീഡിങ് Y. അപ്പോൾ W1Y ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞേ പാടുള്ളൂ. യെസ്, W1Y ഏകദേശം റീഡിങ് ഇവിടെയാണ് റീഡിങ് നടത്തിയത്, അത് കഴിഞ്ഞിട്ടാണ് W1Y നടത്തിയത്. R2Y ഇസ് ദെയർ, സെക്കൻഡ് ട്രാൻസാക്ഷൻ ഇസ് റീഡിങ് Y. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആരും റൈറ്റ് ചെയ്തിട്ടില്ല Yനെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സോ റീഡിങ്ങും റൈറ്റിങ്ങും സെയിം ഡേറ്റയിൽ നടത്തുന്നുണ്ടെങ്കിൽ ഇഫ് എ ട്രാൻസാക്ഷൻ ഇസ് പെർഫോമിംഗ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ഫസ്റ്റ് ഡു ദ റീഡിങ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ഡു ദ റൈറ്റിംഗ്. അതാണ് ഒരു കണ്ടീഷൻ. റിക്കവറബിൾ ആണോ ചെക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ. പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത പോയിന്റ് നമ്മൾ ഈ ഷെഡ്യൂളിൽ റൈറ്റിംഗ് നോക്കണം.
That is, you have to check whether any two transactions are writing on the same date. സെയിം ഡേറ്റയിൽ രണ്ടുപേരും റൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ചെക്ക് ദ കമ്മിറ്റഡ് ഓർ അബോർട്ടഡ് സീക്വൻസ്. കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മിറ്റ് ചെയ്ത സീക്വൻസ് നോക്കുക. അപ്പോൾ ഇവിടെ ഏതാ ഫസ്റ്റ് വൺ ചെയ്ത C1 ആണ്. അതായത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ദ സെക്കൻഡ് ട്രാൻസാക്ഷൻ ഇസ് കമ്മിറ്റഡ്. അപ്പോൾ ഈ സപ്പോസ് ഈ T1 ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആൻഡ് സെക്കൻഡ് ട്രാൻസാക്ഷൻ ഈസ് റൈറ്റിംഗ് ഓൺ എ സെയിം ഡേറ്റ. അങ്ങനെയാണെങ്കിൽ ആദ്യം ആരാണോ കമ്മിറ്റ് ചെയ്തത് അയാൾ ആദ്യം റൈറ്റിംഗ് നടത്തുക. അത് കഴിഞ്ഞിട്ട് ആ ഡേറ്റയിൽ അടുത്ത ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആ എക്സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് റൈറ്റിംഗ് സെയിം ഡേറ്റയിൽ രണ്ട് ട്രാൻസാക്ഷൻ, ദാറ്റ് ഈസ് യു ക്യാൻ സീ ഇറ്റ് ആസ് റൈറ്റ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇതിൽ റൈറ്റ് കോൺഫ്ലിക്റ്റ് എവിടെയാണ് വരുന്നത്? എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ W1 റൈറ്റ് ചെയ്തിട്ടുണ്ട്, W2 റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് വൺ എക്സാമ്പിൾ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ്? സെയിം ഡേറ്റേനെയാണ് രണ്ട് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തത്. പക്ഷേ ഇത് ഏത് ഓർഡറിലാണുള്ളത് ചെക്ക് ചെയ്യണം. നമ്മുടെ കമ്മിറ്റഡ് ഓർഡറിൽ തന്നെയാണോ റൈറ്റിംഗ് നടത്തിയത്? അതെ, C1 അതായത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിൽ സെക്കൻഡ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് വിൽ നോട്ട് മേക്ക് എ കോൺഫ്ലിക്റ്റ്. അതായത് ഇത് റിക്കവറബിലിറ്റി ഇതിൽ പറ്റും. ഇനി ഇവിടെ ഒരു റൈറ്റിങ്ങും കൂടെ ഉണ്ട് ഓൺ ദ ഡേറ്റ Y, പക്ഷേ അത് പിന്നീട് ആരും റൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സെയിം ഡേറ്റയിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഹിയർ ദ ഡേറ്റ ഈസ് സെയിം X on which both first transaction and the second transaction is doing the right operation. So you have to check the order. So you have to check that whether the writing order is same as the committed order, then the entire schedule will be recoverable. Okay, അപ്പോൾ അങ്ങനെയാകുമ്പോൾ റിക്കവറബിൾ ആണ്. So I will give you one more example, so we can check whether this schedule is recoverable or unrecoverable. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ളത് ഓരോ ട്രാൻസാക്ഷനും ഒരു ഡേറ്റേനെ റീഡിങ്ങും റൈറ്റിങ്ങും നടത്തുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ചെക്ക് വെദർ റീഡിങ് ഇസ് ഡൺ ഫസ്റ്റ് ആൻഡ് ദെൻ റൈറ്റിംഗ് ഇസ് ഡൺ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് ഓപ്പറേഷൻ. ഹിയർ യു ക്യാൻ സീ ദാറ്റ് എക്സ് എന്ന് പറഞ്ഞ ഡേറ്റേനെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്നു. അപ്പോൾ W1X ഉണ്ടോ നോക്കുക. W1X ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പാടുള്ളൂ. W1X ഉണ്ട്, സോ ഇറ്റ് ഈസ് ഡൺ ആഫ്റ്റർ ദ റീഡിങ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫസ്റ്റ് റീഡിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാവരുടെയും റൈറ്റിംഗ് നടന്നിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് പോയിന്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് കമ്മിറ്റഡ് ഓർഡർ. അപ്പോൾ കമ്മിറ്റഡ് ഓർഡർ ഏതാണ്? ഫസ്റ്റ് C1, പിന്നെ C2, പിന്നെ C3. സോ വി ഹാവ് ടു ചെക്ക് വെദർ എനി ട്രാൻസാക്ഷൻ, ഈ മൂന്ന് ട്രാൻസാക്ഷനും ഒരേ സെയിം ഡേറ്റേനെ തന്നെ റൈറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. യു ക്യാൻ സി എക്സ് എന്ന് പറഞ്ഞ ഡേറ്റ പിന്നെ W1 റീഡ് ചെയ്ത് റൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ W പറഞ്ഞത് ഇത് Y ആണ്, പിന്നെ W1 Z ആണ്, പിന്നെ ഇവിടെ Y ആണ്. അപ്പോൾ ഇവിടെ ആകെ നടക്കുന്നത് സെയിം ഡേറ്റ എന്ന് പറയാനുള്ളത് Y മാത്രമേ ഉള്ളൂ. W3 Yയിൽ തേർഡ് ട്രാൻസാക്ഷൻ Y എന്ന് പറഞ്ഞ ഡേറ്റയിൽ റൈറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ Y എന്ന് പറഞ്ഞ ഡേറ്റയിൽ സെക്കൻഡ് ട്രാൻസാക്ഷനും നടത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം നടത്തിയിട്ടുള്ളൂ. എക്സിനെ വേറെ ആരും എക്സിൽ ചേഞ്ചസ് വരുത്തിയിട്ടില്ല, അപ്പോൾ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഇവിടെ ഇസഡിനെ വേറെ ആരും നടത്തിയിട്ടില്ല, അപ്പോൾ അതും മൈൻഡ് ചെയ്യേണ്ട. അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ല. സെയിം ഡേറ്റേനെ എത്ര ട്രാൻസാക്ഷൻ റീഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ Y എന്ന് പറഞ്ഞ ഡേറ്റേനെ ഇവർ രണ്ടുപേരും റീഡ് ചെയ്തിട്ടുണ്ട്. ദെൻ യു ഹാവ് ടു ചെക്ക് ദ ഓർഡർ. ഏത് ഓർഡറിലാണ്? ആദ്യം തേർഡ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് സെക്കൻഡ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തുള്ളൂ. പക്ഷേ ഇവിടെ കമ്മിറ്റ് ചെയ്ത ഓർഡർ അനുസരിച്ച് സെക്കൻഡാണ് ആദ്യം കമ്മിറ്റ് ചെയ്തത്, തേർഡ് അത് കഴിഞ്ഞ് കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് റിക്കവറബിൾ അല്ല. ഇത് റിക്കവറബിൾ ആകണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഈ C3നെ ആദ്യം കമ്മിറ്റ് ചെയ്യുക, പിന്നെ C2നെ കമ്മിറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ദിസ് അൺറിക്കവറബിൾ ഷെഡ്യൂൾ വിൽ ബിക്കം എ റിക്കവറബിൾ ഷെഡ്യൂൾ. So that is the point of unrecoverable schedule. പിന്നെ ഇതിലെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ once a transaction is committed, then the change we cannot roll back. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരിക്കൽ ഈ ട്രാൻസാക്ഷൻ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും C1 കമ്മിറ്റ് ചെയ്താൽ C1 whatever changes have been done by C1 that will be permanent. C1 നടത്തിയ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടത്തിയ എല്ലാ അപ്ഡേഷൻസും അല്ലെങ്കിൽ അത് എടുത്തിട്ടുള്ള എല്ലാ ഡേറ്റയും പെർമനൻ്റ് ആയിട്ട് ആ വാല്യൂ തന്നെ സെറ്റ് ആക്കും. നമുക്ക് റോൾ ബാക്ക് ചെയ്യാൻ പറ്റില്ല. Next point we have to study here is one point that is called a dirty read problem. Dirty read problem എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. So in order to explain the dirty read problem, I will explain one example.
സോ വി ക്യാൻ ജസ്റ്റ് കൺസിഡർ ദിസ് ഇസ് ആസ് എ ഷെഡ്യൂൾ. ഇതാണ് എൻ്റെ ഷെഡ്യൂൾ എന്ന് നോക്കുക. അപ്പോൾ മോളിൽ താഴേക്ക് വരുന്ന അനുസരിച്ചാണ് ഞാൻ ഇൻസ്ട്രക്ഷൻസിന് ഓപ്പറേഷൻസ് നടത്തുന്നത്. എൻ്റെ കയ്യിൽ ഓൺലി 2 ട്രാൻസാക്ഷൻസ് ആർ ദെയർ. T1 ഉണ്ട്, T2 ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് T1 കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, T2 കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. ഇത് നടത്തുന്ന ഓർഡർ മോളിൽ നിന്ന് താഴത്തേക്ക് എടുക്കുക, അതിന് ഷെഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യുക. സോ ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. വാട്ട് ഇസ് ദ ഫസ്റ്റ്, ഏത് ട്രാൻസാക്ഷനാണ് ഫസ്റ്റ് എടുക്കുന്നത്? ഈ ഒരു ലൈൻ നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നടത്തുന്ന ഓപ്പറേഷൻ റീഡ് ഓഫ് എ. റീഡ് ഓഫ് എ എന്ന് പറയുമ്പോൾ സപ്പോസ് ദാറ്റ് എയുടെ വാല്യൂ 5 ആണെന്ന് വയ്ക്കുക. ഓക്കെ, എയുടെ വാല്യൂ 5 ആണ്. അത് കഴിഞ്ഞ് താഴോട്ട് എടുക്കുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സെയിം ട്രാൻസാക്ഷനിൽ തന്നെ റൈറ്റിംഗ് ആണ്. ദാറ്റ് ഈസ് എയുടെ വാല്യൂവിനെ T1 അപ്ഡേഷൻ നടത്തി അതിനെ 6 ആക്കി എന്ന് വെച്ചോളൂ. പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതായിരിക്കും? അടുത്ത ഇൻസ്ട്രക്ഷൻ ഷെഡ്യൂളിലെ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഇതാണ് എടുക്കുക. T2 ട്രാൻസാക്ഷൻ എടുക്കുക. അയാൾ എയുടെ വാല്യൂവിനെ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് വാല്യൂ റീഡ് ചെയ്യുന്നത്? ഇറ്റ് വിൽ റീഡ് ദ വാല്യൂ 6നെ റീഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എയുടെ വാല്യൂ T2 എടുത്തേക്കുന്നത് 6 എന്ന് തന്നെയാണ്. സപ്പോസ് ദ T2 കമ്മിറ്റ്. അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് താഴേക്ക് ഷെഡ്യൂൾ എടുക്കുക. അപ്പോൾ ഇത് അത് കഴിഞ്ഞ് എടുക്കുന്നത് ഇത്. നെക്സ്റ്റ് വൺ ഈസ് കമ്മിറ്റ്. കമ്മിറ്റ് മീൻസ് T2 കമ്മിറ്റ് ചെയ്തു. T2 കമ്മിറ്റ് ചെയ്യുമ്പോൾ T2A എന്ന് പറഞ്ഞ വാല്യൂ എടുത്തേക്കുന്നത് 6 ആണ്. അത് കഴിഞ്ഞിട്ട് ആണ് T1 തിരിച്ചു വരുന്നത്. സപ്പോസ് ദാറ്റ് ഇറ്റ് ഇസ് എൻ അബോർട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അബോർട്ട് നടത്തുമ്പോൾ റോൾ ബാക്ക് ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ എന്താവും? ഈ ചേഞ്ചസ് പെർമനൻ്റ് ആവില്ല. സിൻസ് ഇറ്റ് ഇസ് നോട്ട് കമ്മിറ്റഡ്, എയുടെ വാല്യൂ തിരിച്ച് 5 ആയിട്ട് എടുക്കും. പക്ഷേ T2 കമ്മിറ്റായി പോയി. T2 ഈ ചേഞ്ചസിന് വരുത്താൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ഓൾറെഡി കമ്മിറ്റഡ്, വി കനോട്ട് മേക്ക് എനി മോഡിഫിക്കേഷൻ. അപ്പോൾ നൗ ഇറ്റ് വിൽ ബി ഇൻ എ ഇൻകൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് നോക്കിക്കോ, ഒരിടത്ത് എയുടെ വാല്യൂ 5, ഈ ചേഞ്ച് വരുത്തി ഇയാൾ കുറേ കഴിഞ്ഞാണ് അബോർട്ട് ആയത്. അതിന് മുമ്പ് T2 കമ്മിറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഈ ചേഞ്ചസ് ഇവിടേക്ക് റിഫ്ലക്ട് ചെയ്യിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് കോൾഡ് എ ഡർട്ടി റീഡ് പ്രോബ്ലം. സോ ദിസ് വിൽ ഗിവ് യു ദ ഡെഫിനിഷൻ ഓഫ് ഡർട്ടി റീഡ് പ്രോബ്ലം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് പറ്റിയത്? This one is T2 is reading a data from another transaction which is not committed. കമ്മിറ്റ് ചെയ്യാതിരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നപ്പോൾ ഇയാൾക്ക് റോൾ ബാക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. So what is the definition of dirty read problem? If when a transaction reads a data from an uncommitted write in another transaction, then it is known as dirty read. അതാണ് ഇപ്പോൾ അവിടെ ചെയ്തത്. This transaction is reading a data which is written by another uncommitted transaction. ഇവിടെ എത്തിയപ്പോൾ വരെ ഇയാൾ കമ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ നിന്ന് റൈറ്റ് ചെയ്ത ഡേറ്റയെ ഇയാൾ റീഡ് ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആൻ ഡർട്ടി റീഡ്. So what happens here is if the writing transaction fail, the written data may be updated again. അപ്പോൾ ഇത് കമ്മിറ്റ് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ചേഞ്ചസ് ഇവിടെയും വരാം. ഇത് അബോട്ട് ആകുമ്പോൾ ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ അതൊക്കെ ഇവിടെ നമുക്ക് റിഫ്ലക്റ്റ് ആക്കാൻ പറ്റുമായിരുന്നു. So reading data written by an uncommitted transaction is called a dirty read. This is the definition of a dirty read problem. So this will give you another example of dirty read problem. We already explained this one. RA, that is reading a data by transaction 1. Write A, that data is updated by transaction 1, and after that in that schedule next is going to execute this instruction of T2, reading of A. That means the written data, actually it is not yet committed, but it is taking that data. അപ്പോൾ അത് കഴിയുമ്പോൾ suppose that any failure occurs here, what happens? Dirty read problem will arise. അപ്പോൾ ഇത് തന്നെയാണ് നേരത്തെ കാണിച്ച എക്സാമ്പിളിലുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എ കാസ്കേഡിംഗ് റോൾ ബാക്ക്. ഈ കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കാസ്കേഡിംഗ് റോൾ ബാക്ക് ആക്ച്വലി ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഡർട്ടി റീഡ് പ്രോബ്ലം. ഈ ഡർട്ടി റീഡ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഈ കാസ്കേഡിംഗ് റോൾ ബാക്ക് ഉണ്ടാകുന്നത്. ഇറ്റ്സ് ഡെഫിനിഷൻ ഇസ് ദാറ്റ് ഇഫ് failure of one transaction cause several other dependent transactions to roll back or abort, then such schedule is called cascading rollback or cascading abort or cascading schedule. Suppose I am giving you this example. I have 4 transactions. 4 ട്രാൻസാക്ഷൻ ഉണ്ട്. ഇതാണ് എൻ്റെ ഷെഡ്യൂൾ. അതായത് ആദ്യം ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് സപ്പോസ് T1 നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. റീഡിങ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ റീഡ് ചെയ്തു. റൈറ്റിംഗ് ഓഫ് എയുടെ വാല്യൂവിൽ T1 കുറച്ച് അപ്ഡേഷൻസ് നടത്തി. ഇതുവരെ T1 കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി T2 ഈസ് റീഡിങ് ദ എ. T2 എനെ റീഡ് ചെയ്യുന്നു. അപ്പോൾ ഏത് വാല്യൂ എടുക്കും? ഈ അപ്ഡേഷൻസ് നടത്തിയ ഡേറ്റനെയാണ് T2 റീഡ് ചെയ്യുന്നത്.
അപ്പോൾ T2 ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ T1. ഇനി T2 is making some modification. T2 ആ കിട്ടിയ എയിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി. ഇതുവരെ T2 കമ്മിറ്റ് ചെയ്തിട്ടില്ല. സപ്പോസ് T3 is taking the value from T2. T2 ആ എയുടെ വാല്യൂ റൈറ്റ് ചെയ്ത ഈ എയുടെ വാല്യൂ T3 എടുക്കുന്നുണ്ട്. അയാളും കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി. എന്നിട്ട് T4 is reading that data. അപ്പോൾ ഈ റൈറ്റ് ചെയ്ത ഡേറ്റ തന്നെ T4 റീഡ് ചെയ്യും. അയാളും കുറച്ച് അപ്ഡേഷൻസ് നടത്തി. അപ്പോൾ ഇതിൽ നോക്കിക്കേ, സോ ഫാർ നോ വൺ യെറ്റ് കമ്മിറ്റഡ്, ആരും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ ഇതിൽ T1 അബോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പഴയ വാല്യൂ ഇയാളും എടുക്കും, T2 റോൾ ബാക്ക് ചെയ്യും, T3 റോൾ ബാക്ക് ചെയ്യും, T4 റോൾ ബാക്ക് ചെയ്യും. അപ്പോൾ ഒരാളിൽ എന്തെങ്കിലും, കാരണം ഈ T1നെ ഡിപ്പെൻഡ് ചെയ്താണ് T2, T2നെ ഡിപ്പെൻഡ് ചെയ്താണ് T3, T3നെ ഡിപ്പെൻഡ് ചെയ്താണ് T4. അപ്പോൾ T1നെ റോൾ ബാക്ക് ഫെയിലിയർ വന്ന് റോൾ ബാക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ബാക്കി ആളുകളെല്ലാം പഴയ വാല്യൂ എടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് കോൾഡ് കാസ്കേഡിംഗ് റോൾ ബാക്ക്. That is, if a single transaction fails, which lead to a series of transactions to roll back. അപ്പോൾ ഇതിൽ അങ്ങനെയാണ്, ഒരൊറ്റ ട്രാൻസാക്ഷന് ഫെയിൽ ആയല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി ആളുകൾക്കൊക്കെ റോൾ ബാക്ക് ചെയ്യേണ്ടി വന്നു. ദാറ്റ് ഈസ് കോൾഡ് കാസ്കേഡിംഗ് റോൾ ബാക്ക്. ഇനി വി ഹാവ് ടു സ്റ്റഡി ദ സെക്കൻഡ് ടൈപ്പ് ഓഫ്, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരുന്നു, സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ദർ ആർ 3 types ഓഫ് ഷെഡ്യൂൾസ് ബേസ്ഡ് ഓൺ റിക്കവറബിലിറ്റി ഇൻ DBMS. അതിൽ സെക്കൻഡ് വൺ ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ. കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി യൂസ് ടു അവോയ്ഡ് ഡർട്ടി റീഡ് പ്രോബ്ലം. ഡർട്ടി റീഡ് പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് ഈ കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ. ഇറ്റ്സ് മീനിങ് ഇസ് വെരി സിമ്പിൾ. ദിസ് ഫിഗർ വിൽ ഷോ ദ എക്സാമ്പിൾ. സപ്പോസ് 4 ട്രാൻസാക്ഷൻ ഉണ്ട്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് റീഡിങ് ഡേറ്റ എ, അതിനെ റൈറ്റ്, അതിൽ മോഡിഫിക്കേഷൻ നടത്തി, എന്നിട്ട് T1 കമ്മിറ്റഡ് ആക്കി. ആൻഡ് ഓൺലി ആഫ്റ്റർ കമ്മിറ്റിംഗ് T1 അടുത്ത ആൾ എടുക്കുക. അപ്പോൾ പ്രശ്നമില്ലല്ലോ, ഇത് ഓൾറെഡി കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റയിൽ ഇനി ഒരു ചേഞ്ചും വരില്ല എന്ന് ഉറപ്പാണ്. സോ T2 ക്യാൻ റീഡ്. T2 മോഡിഫിക്കേഷൻ വരുത്തി, അതിനെ കമ്മിറ്റ് ചെയ്തു. ആഫ്റ്റർ കമ്മിറ്റിംഗ് ദെൻ ഓൺലി ദ നെക്സ്റ്റ് വൺ ഇസ് റീഡിങ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡേർട്ടി റീഡ് പ്രോബ്ലം ഉണ്ടാവില്ല. A data can read, a transaction can read a particular data only if another one whose updations are committed. ഇയാൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കമ്മിറ്റഡ് ആയതുകൊണ്ട് ഇതിനെ ഇയാൾക്ക് എടുക്കാം. ഇത് കമ്മിറ്റഡ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഇയാൾക്ക് എടുക്കാം. സോ ദാറ്റ് ഇസ് കോൾഡ് എ കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ. A cascadeless schedule means the transaction is going to perform read operation on a value. It has to wait until the transaction who is performing writing on that value commit. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇയാളെ ഇതിൽ നിന്നൊരു ഡേറ്റ ഈ എയിനെ വേണമെന്നുണ്ടെങ്കിൽ ഇയാൾ വെയിറ്റ് ചെയ്യണം until ഈ അപ്ഡേഷൻസ് കമ്മിറ്റ് ആവണം. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് cascadeless schedule. So this cascadeless schedule will avoid the cascading abort or cascading rollback. അപ്പോൾ കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ CPU-ൻ്റെ സമയം വെറുതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ആ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, വെറുതെ CPU അത്ര നേരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ദാറ്റ് വിൽ നോട്ട് കം ഇൻ കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ. സോ ദാറ്റ് ഇസ് ദ മീനിങ്. ഇനിയുള്ളത് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. സ്ട്രിക്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ മറ്റേടുത്ത മീനിങ് ഇതായിരുന്നു, schedule in which transaction can read values only after all the transaction whose changes they are going to read commit are called cascadeless schedule. അപ്പോൾ ഇതിൽ നമ്മൾ ഒരാൾക്ക് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ആ ഡേറ്റയെ മറ്റേ ട്രാൻസാക്ഷൻ നടത്തിയ അപ്ഡേഷൻസ് കമ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ തേർഡ് ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് റിക്കവറബിൾ ഷെഡ്യൂൾ, ദാറ്റ് ഇസ് കോൾഡ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. സ്ട്രിക്റ്റ് ഷെഡ്യൂളിൻ്റെ കേസിൽ എങ്ങനെയാണ്? സ്ട്രിക്റ്റ് ഷെഡ്യൂളിൽ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ്. അതായത് ഒരു ട്രാൻസാക്ഷൻ റീഡിങ്ങോ റൈറ്റിങ്ങോ നടത്തണം എന്നുണ്ടെങ്കിൽ ആ ഡേറ്റയെ ആ ഡേറ്റയെ യൂസ് ചെയ്യുന്ന മറ്റേ ട്രാൻസാക്ഷൻ ഇറ്റ് ഷുഡ് കമ്മിറ്റ്. നേരത്തെ കുറച്ചും കൂടെ ലിബറലായിരുന്നു, റീഡിങ്ങിന് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, റൈറ്റിങ്ങിൻ്റെ കാര്യം പറയുന്നില്ല. ബട്ട് ഹിയർ ദിസ് ഇസ് മോർ സ്ട്രിക്റ്റ്. ഓക്കെ, ദേ ആർ സ്ട്രിക്റ്റ് ഇൻ നേച്ചർ. സോ ഇഫ് എ ഷെഡ്യൂൾ കണ്ടെയ്ൻസ് നോ റീഡ് ഓർ റൈറ്റ് before commit, then it is known as strict schedule. കമ്മിറ്റിന് മുമ്പ് റീഡിങ്ങോ റൈറ്റിങ്ങോ പാടില്ല. if a schedule contains no read or write before commit, then it is called a strict schedule. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ T1 റീഡ് ചെയ്തു എക്സിനെ, അത് കഴിഞ്ഞ് R2 എക്സിനെ റീഡ് ചെയ്തു, ദെൻ R1 Z, ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇസഡിനെ റീഡ് ചെയ്തു,
പിന്നത്തെ ഓർഡർ തേർഡ് ട്രാൻസാക്ഷൻ എക്സിനെ റീഡ് ചെയ്തു, അങ്ങനെ പോകും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ തന്നെയാണ് ഡേറ്റയിൽ കുറച്ച് അപ്ഡേഷൻ നടത്തിയത്. ആ സമയത്ത് വേറെ ആരും ഇവിടെ റീഡ് ചെയ്തിട്ടില്ല എക്സിനെ. ഇവിടെ C2 കമ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് അയാൾ തന്നെ നടത്തിയ റൈറ്റിങ്ങേ ഉള്ളൂ. അതിന് മുമ്പ് വേറെ ആരും റീഡിങ്ങോ റൈറ്റിങ്ങോ നടത്തിയിട്ടില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് എ സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. സോ ഇഫ് എ ഷെഡ്യൂൾ കണ്ടെയ്ൻസ് നോ റീഡ് ഓർ റൈറ്റ് ബിഫോർ കമ്മിറ്റ്, അപ്പോൾ ഈ കമ്മിറ്റിന് മുമ്പ് വേറെ ആരും റീഡിങ്ങോ റൈറ്റിങ്ങോ അതിൽ നടത്താൻ പാടില്ല. ദാറ്റ് ഈസ് കോൾഡ് എ സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. So in this example you can see that no reading or writing no read write or write conflict arise before commit. അപ്പോൾ ഇതിൽ ഒരു കമ്മിറ്റിന് മുമ്പ് നോക്കുവാണെങ്കിൽ റീഡ് റൈറ്റോ റൈറ്റ് റൈറ്റോ ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. അപ്പോൾ ഈ കമ്മിറ്റിന് മുമ്പില്ല, ഈ കമ്മിറ്റിന് മുമ്പില്ല, ഈ കമ്മിറ്റിന് മുമ്പില്ല, റീഡ് റൈറ്റോ റൈറ്റ് റൈറ്റോ ഇല്ല. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ആ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ല ഒരു കമ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പ്. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ഷെഡ്യൂൾ ആസ് എ സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. അപ്പോൾ ഇതാണ് എല്ലാവരും തമ്മിലുള്ള റിലേഷൻ. ദിസ് ഇസ് ഓൾ ടൈപ്പ് ഓഫ് ഷെഡ്യൂൾ. അതിലൊരു കാറ്റഗറി റിക്കവറബിൾ ഷെഡ്യൂൾ, അതിനകത്ത് വേറൊരു കാറ്റഗറി കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ, അതിനകത്ത് വരുന്ന ഒരു സബ് ടൈപ്പാണ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. ദിസ് ഇസ് എ വെൻ ഡയഗ്രാം ഓഫ് ഓൾ ദി ഷെഡ്യൂൾസ്.